കന്യാസ്ത്രീ സമരം എന്ന് പറഞ്ഞ് ചില മുതലാളിമാരുടെ ചാനലില് ബിഷപ്പുമാർക്കെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്, ഇത്തരത്തില് സഭയെ നിരാകരിക്കുന്ന വൈദികർ മുഴുവനും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഈ സാധാരണക്കാരന്റെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരിക്കലും രംഗത്ത് വരില്ല. അപ്പൊ ഇത്തരം വൈദികരെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്താണ്? അവരുടെ പ്രശ്നം ഹൈറാർക്കിയെ എതിർക്കുക. സ്നേഹമുള്ളവരെ, അടുത്ത കാലത്തായി ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് വർഗീയ വിദ്വേഷം ആളിക്കത്തിച്ച് മതസ്പർദ്ധ ഉണ്ടാക്കി വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു ശ്രമം പല ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയുടെ മീറ്റിങ്ങിൽ വെച്ച് ഞങ്ങളെടുത്ത തീരുമാനം, വർഗീയ വിദ്വേഷം പുലർത്തുന്ന, അങ്ങനെ വോട്ട് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന എല്ലാ വിഭാഗം പാർട്ടികൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും ഒരു നിഷേധാത്മക നിലപാട് സ്വീകരിക്കണമെന്നാണ്. അങ്ങനെ പറയാനായിട്ട് സമകാലീന കേരളത്തിൽ അടുത്തിടെയുണ്ടായ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പുറമേക്ക് വളരെ നിരുപദ്രവകരമെന്ന് തോന്നുമെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പ്രസ്താവനയാണ്, മുസ്ലിമുകൾക്ക് 3500 സ്കൂളുകളുണ്ട്, ഞങ്ങൾക്ക് അത്ര സ്കൂളുകളില്ല, അതുകൊണ്ട് അത് ഒരു മതപ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. അപ്പം നമുക്ക് തോന്നും ഇത് മുസ്ലിമുകൾക്കെതിരെ മാത്രം തിരിച്ചു വെച്ച് പറയുന്ന ഒരു ലൗഡ് സ്പീക്കറാണെന്ന്. അതിനിപ്പുറത്ത് അത് വ്യംഗ്യാർത്ഥത്തിലെ മറ്റൊരു വിധത്തിലെ ഉന്നയിക്കുന്ന കാര്യം ഇതാണ്, അതിനേക്കാൾ കൂടുതൽ സ്കൂളുകൾ ക്രിസ്ത്യാനികൾക്കുണ്ട്, ഹിന്ദുക്കൾക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതോ സാംസ്കാരിക യജമാനു വേണ്ടി കുരയ്ക്കുന്ന പ്രസ്താവനകളാണ് ഇന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമുകൾക്ക് 3500 സ്കൂളുണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഇഴവന്മാർക്ക് 4000 കള്ള് ഷാപ്പുണ്ട്. അപ്പോൾ അത് ഒരു ഇക്വേഷനായിട്ട് അത് മാറുകയാണ്. കാരണം ഓരോ വിഭാഗം ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അവരുടെ പ്രക്രിയകളെ, സാമൂഹിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. അവർ ബാറ് തുടങ്ങണില്ല, അതിന് പകരം സ്കൂൾ തുടങ്ങണു. ഇപ്പുറത്ത് സ്കൂൾ തുടങ്ങണില്ല, അതിന് പകരം ബാറ് തുടങ്ങണു, കള്ള് ഷാപ്പ് തുടങ്ങുന്നു. പക്ഷേ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വർഗീയ ധ്രുവീകരണമാണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികൾക്കെതിരെയും ഇത്തരത്തിലുള്ള ചില വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ ചില ചാനലുകളിൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ABC ചാനല് അതിൽ കൃത്യമായിട്ടുള്ള അജണ്ടയോട് കൂടിയിട്ട് ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടം പോലെ ഭൂമിയുണ്ട്, അതൊക്കെ അവർ മുൻപ് രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ച് നേടിയെടുത്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഇൻക്വിസിഷൻ്റെ ഗോവൻ ഇൻക്വിസിഷനിലൂടെ അനേകം വ്യക്തികളെ ക്രൂരമായിട്ട് കൊന്ന ആളുകളാണ് ക്രിസ്ത്യാനികൾ. പോർച്ചുഗീസുകാർ വന്ന അവരുടെ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ നടത്തിയതിന് ഇന്നുള്ള ക്രിസ്ത്യാനികൾക്ക് എന്താണ്, അവരുമായിട്ടുള്ള ബന്ധം എന്താണ്? അപ്പം ഇത് മുൻപ് അങ്ങനെയായിരുന്നു. യൂറോപ്പിലൊരു കാലത്ത് ക്രിസ്തുവിനെ കൊന്നവർ യഹൂദന്മാരാണ് എന്ന് പറഞ്ഞിട്ടാണ് യഹൂദന്മാരെ വഴിയിലിട്ട് ഓടിച്ച് തല്ലിയിരുന്നത്. അപ്പൊ ജനങ്ങളുടെ ഉള്ളില് ക്രൈസ്തവ വിദ്വേഷവും മുസ്ലിം വിദ്വേഷവും അപരമത വിദ്വേഷം ജ്വലിപ്പിച്ചിട്ട് ഇവിടെ ചില പാർട്ടികൾ വോട്ട് കൂട്ടാം എന്ന ധാരണ മുൻകൂട്ടി കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ പൊതുജനം കാണേണ്ടത്. മാത്രമല്ല, അടുത്തയിടെ ഒരു പ്രസ്താവന ഉണ്ടായി, കുംഭമേള തടഞ്ഞാൽ അത് ഞങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങൾ അതിനെ സംരക്ഷിക്കും, ഹിന്ദുക്കൾ ഇപ്പോൾ സംഘടിതരാണ്. ആരാണ് കുംഭമേളയെ തടഞ്ഞിട്ടുള്ളത്? ആരുമില്ല. അപ്പോൾ വെറുതെ ഒരു ഭീതി ഉണ്ടാക്കി ജനങ്ങളുടെ ഇടയിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കി വോട്ട് തട്ടാനായിട്ട് പരിശ്രമിക്കുന്ന ഇത്തരം പ്രസ്താവനകളെയും ഇത്തരം വ്യക്തികളെയും വളരെ ശ്രദ്ധയോടെ കേരള സമൂഹം വീക്ഷിക്കണം എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് പറയാനുള്ളത്. പല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും
ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് മടിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു കാര്യത്തെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അക്രമങ്ങൾ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനങ്ങൾ അത് വളരെ തെറ്റായ ദിശയിലാണ്. അമിതമായിട്ട് ക്രൈസ്തവരുടെ കയ്യിൽ മുഴുവൻ ഭൂമിയുണ്ട്, ആ ഭൂമി മുഴുവൻ രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചുണ്ടാക്കിയതാണ്. അതിലേറ്റവും തമാശ തോന്നിയത് കേസരി വാരികയിൽ വന്ന ഒരു ലേഖനം കൂടെ ആവർത്തിച്ച് യൂട്യൂബ് ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കേസരി വാരികയിൽ ശ്രീ ബി ഗോപാലകൃഷ്ണൻ എഴുതിയ ലേഖനം? എന്താണ്? സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം, കേരളം പ്രഖ്യാപനത്തിന് ശേഷം ഭൂപരിഷ്കരണം ഉണ്ടായപ്പോൾ ചില വിളകൾ തോട്ടഭൂമികളായിട്ട് സംരക്ഷിക്കാനുള്ള കാരണം ക്രിസ്ത്യാനികൾക്ക് ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവര് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ സ്വാധീനിച്ച് നേടിയെടുത്ത അവിഹിതമായ ഒരു സമ്പത്താണ്. ഇതാണ് അവരുടെ വ്യാഖ്യാനം. പ്രിയമുള്ളവരെ, ഇത് പറയുന്ന കേട്ടാല് 10,000-കണക്കിന് ഏക്കർ വരുന്ന തേയിലത്തോട്ടം അത് കണ്ണൻ തേവർ ആൻഡ് കമ്പനിയുടെയാണ്. അതൊരു തമിഴ്നാട്ടുകാരനാണ്, അത് ഹിന്ദുവാണ്. അതുപോലെ 1000 ഏക്കർ, 2000 ഏക്കർ, 10,000 ഏക്കറൊക്കെ ഏലക്ക കൃഷി നടത്തുന്ന നോർത്ത് ഇന്ത്യയിലുള്ള ബിർളയെയും അതുപോലെയുള്ള വ്യക്തികളെയും സംരക്ഷിക്കാനായിട്ടാണ് ഈ തോട്ടഭൂമിക്ക് പരിധി വയ്ക്കാത്തത്. നമ്മുടെ വിചാരം ഈ തോട്ടഭൂമിക്ക് എന്തുകൊണ്ട് അവരെ സംരക്ഷിക്കണം? തേയില കൃഷി കുറച്ച് ഭൂമിയിൽ നടത്താനായിട്ട് കഴിയില്ല. അത് ടാറ്റ എന്ന് പറയുന്ന വൻകിട കമ്പനിക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ട് 15 ഏക്കറായിട്ട് തേയിലത്തോട്ടത്തിനെ വിഭജിച്ചു കൊടുത്താൽ ആ എക്കോണമി ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ തേയില കച്ചവടവും അവസാനിപ്പിക്കേണ്ടി വരും. അതോടുകൂടി വിദേശത്തേക്കുള്ള നമ്മുടെ എക്സ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം നശിച്ചു പോകും. അതുകൊണ്ടാണ് ഇവിടെ ഭൂപരിഷ്കരണത്തിൽ തോട്ടഭൂമികളെ ഒഴിവാക്കിയത്. ആ തോട്ടഭൂമിയുടെ പ്രൊഡക്റ്റ് മുഴുവൻ എക്സ്പോർട്ടിന്റെ ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലി അമിതമായ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ഇത്തരം നുണകൾക്കെതിരെ വർഗീയത പെരുപ്പിച്ചിട്ട് വോട്ട് തട്ടാനുള്ള ശ്രമം കേരളത്തിലെ വ്യാപകമായി നടക്കുന്നുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകാനായിട്ട് ഈ എപ്പിസോഡില് ഇവിടെ ശ്രമിക്കുകയാണ്. ഈവൻ ഇപ്പോൾ വട്ടോളി അച്ഛൻ്റെ നേതൃത്വത്തിൽ കന്യാസ്ത്രീ സമരം എന്ന് പറഞ്ഞ് ചില മുതലാളിമാരുടെ ചാനലിൽ ബിഷപ്പുമാർക്കെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഈ ബിഷപ്പുമാരുടെ വാക്കുകൾ ഒരു കാരണവശാലും വിശ്വാസികൾ വിലമതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർഗീയ അജണ്ടയുടെ കൂടെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ചട്ടുകമായിട്ട് മാറുക മാത്രമാണ് ശ്രീ വട്ടോളി എന്ന് പറയുന്ന മുൻ അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പം അച്ഛൻ തന്നെയാണോ എന്ന് യാതൊരു പിടിയില്ല. കാരണം ഈ ഇത്തരത്തിലെ സഭയെ നിരാകരിക്കുന്ന വൈദികർ മുഴുവനും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഈ സാധാരണക്കാരൻ്റെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരിക്കലും രംഗത്ത് വരില്ല. ഞാൻ ആലോചിക്കുകയാണ്, വർഷങ്ങൾക്ക് മുൻപ് സീറോ മലബാർ സഭയുടെ സിനഡ് ജനറൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു ജനറൽ അസംബ്ലിയിൽ ഗ്രൂപ്പിൻ്റെ തീരുമാനമായിട്ട് ഒരു പ്രസ്താവന ഞാൻ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് വായിക്കുകയാണ്. എന്താണ്? നേഴ്സുമാർക്ക് 3000 രൂപയും ഡോക്ടർമാർക്ക് 3 ലക്ഷം രൂപയും കൊടുക്കുന്നത് തിന്മയാണ്. അതുകൊണ്ട് നഴ്സുമാരുടെ ശമ്പളം കാലോചിതമായി നമ്മുടെ സ്ഥാപനങ്ങളിൽ വർദ്ധിപ്പിക്കണമെന്നാണ് ആ അസംബ്ലിയിൽ ഞാൻ ആവശ്യപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും പുരോഗമനപരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൈദികനായിരുന്നു അതിൻ്റെ എഡിറ്റോറിയൽ മീറ്റിങ്ങിൻ്റെ എഡിറ്റിംഗ് വർക്ക് നടത്തിയിരുന്നത്. അദ്ദേഹം ആ പ്രസ്താവന അതിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഇന്ന് ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വൈദികരെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്താണ്? അവർക്ക് ജനങ്ങളുടെ താല്പര്യങ്ങളല്ല, മനുഷ്യൻ്റെ നീറുന്ന പ്രശ്നങ്ങളല്ല അവരുടെ പ്രശ്നം. ഹൈറാർക്കിയെ എതിർക്കുക, അത് അവരുടെ സ്വന്തമായ ചില താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിന്നിട്ടുണ്ടാകാം. അതിനപ്പുറത്ത് യാതൊന്നും അതിൽ കാണാനില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
അതുകൊണ്ട് വർഗീയ വിദ്വേഷം ജനിപ്പിച്ച് വോട്ട് തട്ടാനായിട്ട് ശ്രമിക്കുന്ന ശക്തികളെ പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ തിരിച്ചറിയണം. അത് മുസ്ലിമുകൾക്കെതിരെ ആയാലും ഹിന്ദുക്കൾക്കെതിരെ ആയാലും ഈഴവർക്കെതിരെ ആയാലും ക്രിസ്ത്യാനികൾക്കെതിരെ ആയാലും ഇത്തരത്തിലുള്ള നീക്കങ്ങളെ വളരെ ജാഗ്രതയോടുകൂടി കാണുകയും ഇലക്ഷൻ സമയത്ത് ഒരു ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കത്തക്ക വിധത്തിൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ ഉണ്ടാകുകയും ചെയ്യണമെന്നതാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ രാഷ്ട്രീയപരമായി ഇന്നത്തെ കാഴ്ചപ്പാട്. അത് വ്യക്തമാക്കാൻ ഞാൻ ഈ എപ്പിസോഡിൽ ശ്രമിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി.